ഹായ്, ഇന്നത്തെ ടോപ്പിക്ക് ലിങ്ക് ലിസ്റ്റ് ഡിലീഷനാണ്. നമുക്ക് 3 രീതിയിൽ ഡിലീറ്റ് ചെയ്യാം ലിങ്ക് ലിസ്റ്റിൽ നിന്ന്. ഫ്രണ്ട് എൻഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം, ലാസ്റ്റ് എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യാം, അതായത് ബാക്ക് എൻഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം. ദെൻ ലിങ്ക് ലിസ്റ്റിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ട് കിടക്കുന്ന ഏത് നോഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് ലിങ്ക് ലിസ്റ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് എലമെൻറ്റ് എങ്ങനെ ഡിലീറ്റ് ചെയ്യും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിങ്ക് ലിസ്റ്റ്. 4 എലമെൻറ്റ്സ് ആണുള്ളത്. എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ഈ ലാസ്റ്റ് എലമെൻറ്റാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അതായത് 80 എന്ന് പറയുന്ന ഈ ഒരു എലമെൻറ്റാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കിവിടെ ഹെഡ് പോയിൻ്റ് ഉണ്ട്. ഹെഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റിനെ ആയിരിക്കും പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. ഈ ഹെഡ് ഡിലീഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എക്സ്ട്രാ 2 പോയിൻറ്റേഴ്സും കൂടെ എടുക്കുന്നുണ്ട്, പി ആൻഡ് ക്യൂ. പി എന്ന് പറയുന്നതും ക്യൂ എന്ന് പറയുന്നത് ഹെഡിനെ തന്നെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന രണ്ട് പോയിൻറ്റേഴ്സ്, എക്സ്ട്രാ നമ്മൾ യൂസ് ചെയ്യുന്ന 2 പോയിൻറ്റേഴ്സാണ് പി ആൻഡ് ക്യൂ. ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് നോഡാണ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ ട്രവേഴ്സ് ചെയ്ത് ലാസ്റ്റ് നോഡിലെത്തണം. ലാസ്റ്റ് നോഡിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ നോഡ് ഡിലീറ്റ് ചെയ്യണം. ഈ ഒരു നോഡ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ നോഡായിരിക്കും. അതായത് 70 എന്ന് പറയുന്ന നോഡായിരിക്കും ലാസ്റ്റ് നോഡ്. ആ ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് പാർട്ട് എന്താക്കണം? നള്ളായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ലാസ്റ്റ് നോഡ് ഡിലീറ്റ് ചെയ്യണം. സെക്കൻഡ് ലാസ്റ്റ് നോഡായിരിക്കും പിന്നെയുള്ള ലാസ്റ്റ് നോഡ്. സോ അതിൻ്റെ ലിങ്ക് പാർട്ട് നള്ളാക്കണം. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി 2 എക്സ്ട്രാ പോയിൻറ്റേഴ്സും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, പി ആൻഡ് ക്യൂ. നമ്മളിവിടെ ക്യൂ എന്ന് പറയുന്ന നോഡ് സെക്കൻഡ് ലാസ്റ്റ് നോഡ് വരെയും പി എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് നോഡ് വരെയുമാണ് ട്രവേഴ്സ് ചെയ്യുന്നത്. അതായത് ക്യൂ എന്ന് പറയുന്നത് സെക്കൻഡ് ലാസ്റ്റ് നോഡിൽ വന്ന് നിൽക്കണം, പി എന്ന് പറയുന്നത് ലാസ്റ്റ് നോഡിലും വന്ന് നിൽക്കണം. അങ്ങനെയാണ് നമ്മൾ ട്രവേഴ്സിൽ സെറ്റ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് പിയും ക്യൂവും ഹെഡ് നോഡായിരിക്കും. ദെൻ ഞാൻ പി എന്ന് പറയുന്ന നോഡിനെ സെക്കൻഡ് നോഡിലേക്ക് അഡ്വാൻസ് ചെയ്യിക്കും. പി എന്ന് പറയുന്ന നോഡ് സെക്കൻഡ് നോഡിലേക്ക് അഡ്വാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി, പി ഈസ് ഈക്വൽ ടു പി ഓഫ് ലിങ്ക്. അതായത് ഫസ്റ്റ് പിയുടെ വാല്യൂ 400 ആയിരുന്നു, അതായത് ഫസ്റ്റ് നോഡിനെയാണ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. ദെൻ പിയെ ഞാൻ അടുത്ത നോഡിനകത്തേക്ക് അഡ്വാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പി ഓഫ് ലിങ്ക്, അതായത് പി ഓഫ് ലിങ്ക് എന്ന് പറയുന്നത് 100 എന്നുള്ള വാല്യൂ അത് പിയിലേക്ക് കോപ്പി ചെയ്യും. അതായത് പി എന്ന് പറയുന്നത് ഇവിടെ വന്ന് നിൽക്കും. സെയിം ടൈമിൽ തന്നെ നമ്മൾ ക്യൂവും അഡ്വാൻസ് ചെയ്യിക്കുക. ക്യൂവും എവിടെ എത്തണം? സെക്കൻഡ് നോഡിൽ എത്തുക. ഇത് നമുക്ക് റിപ്പീറ്റ് ചെയ്യുക. പി നെക്സ്റ്റ് നോഡിനകത്തേക്ക് അഡ്വാൻസ് ചെയ്യിക്കുക. ദെൻ പിയുടെ വാല്യൂ ക്യൂവിലേക്ക് കോപ്പി ചെയ്യുക. അതായത് പിയുടെ വാല്യൂ ക്യൂവിലേക്ക് കോപ്പി ചെയ്യുക എന്ന് വെച്ചാൽ ക്യൂ ഈക്വൽ ടു പി. പിയുടെ വാല്യൂ ക്യൂവിലേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ പി ആദ്യം അഡ്വാൻസ് ചെയ്യും. ദെൻ അതിന് പുറകെ ക്യൂവും ആ സെയിം നോഡിനകത്തേക്ക് എത്തിച്ചേരും. ദെൻ നെക്സ്റ്റിൽ നമ്മൾ പിയെ അഡ്വാൻസ് ചെയ്യിക്കുക. ഈ ഒരു കണ്ടീഷൻ വരെ നമ്മൾ പിയെ അഡ്വാൻസ് ചെയ്യിക്കുക. ക്യൂവിനെ ഇവിടെ തന്നെ നിൽക്കുക. അതായത് സെക്കൻഡ് ലാസ്റ്റ് നോഡ് എത്തുമ്പം ക്യൂ ഇവിടെ തന്നെ നിൽക്കണം. ലാസ്റ്റ് നോഡിലേക്ക് പി അഡ്വാൻസ് ചെയ്യിക്കണം. അതായത് പി അഡ്വാൻസ് ചെയ്യുന്നതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് പി ഓഫ് ലിങ്ക് നള്ളാവുന്നത് വരെ. അതായത് പി ഓഫ് ലിങ്ക് എന്ന് പറയുന്നത് നള്ളാവുന്നത് വരെ നമ്മൾ പിയെ അഡ്വാൻസ് ചെയ്യിച്ചുകൊണ്ടേയിരിക്കുക. ദെൻ പിയുടെ വാല്യൂ ഓരോ ടൈമിലും ക്യൂവിലേക്ക് അസൈൻ ചെയ്യുക. അങ്ങനെ നമ്മൾ കോഡ് എഴുതി കഴിയുമ്പം ക്യൂ എന്ന് പറയുന്നത് സെക്കൻഡ് ലാസ്റ്റ് എലമെൻറ്റിലും പി എന്ന് പറയുന്നത് ലാസ്റ്റ് എലമെൻറ്റിലും ഇങ്ങനെ വരാൻ പാകത്തിന് വേണം നമ്മൾ അഡ്വാൻസ് ചെയ്യിക്കാനായിട്ട്. അപ്പോൾ പി ലാസ്റ്റ് എലമെൻറ്റിലും ക്യൂ സെക്കൻഡ് ലാസ്റ്റ് എലമെൻറ്റിലേക്കും വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ക്യൂവിൻ്റെ ലിങ്ക് പാർട്ട് അപ്ഡേറ്റ് ചെയ്യുക. ക്യൂവിൻ്റെ ലിങ്ക് പാർട്ട് എന്താക്കണം? ക്യൂവിൻ്റെ ലിങ്ക് പാർട്ട് ക്യൂ ഓഫ് ലിങ്ക് ഇതിനെ നമ്മൾ എന്താക്കുക? നൾ ആക്കണം. ദെൻ ക്യൂ ഓഫ് ലിങ്ക് നള്ളാക്കി കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ലിങ്ക് നമുക്ക് കട്ടായി കിട്ടും. ദെൻ ഈ പി പോയിൻ്റ് ചെയ്യുന്നത് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട എലമെൻറ്റിനെയാണ്. ദെൻ പിയെ ഡിലീറ്റ് ചെയ്യിക്കാം. ക്യൂ ഓഫ് ലിങ്ക് നള്ളാക്കുമ്പോൾ ഈ 300 എന്നുള്ളത് മാറി നൾ എന്നുള്ള വാല്യൂ വരും. അതായത് ഈ ഒരു ലിങ്ക് ഇവിടെ ബ്രേക്ക് ആവും. ദെൻ ഈ ഒരു നോഡ്, അതായത് പി എന്ന് പറയുന്ന പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ഈ ലാസ്റ്റ് നോഡിനെ ഡിലീറ്റ് ചെയ്യിക്കും. ഇപ്പോൾ 2 പോയിൻറ്റേഴ്സ് എടുത്തു, പി ആൻഡ് ക്യൂ. പിയെ നമ്മുടെ ലാസ്റ്റ് എലമെൻറ്റ് വരെയും ക്യൂയെ സെക്കൻഡ് ലാസ്റ്റ് എലമെൻറ്റ് വരെയും ട്രവേഴ്സ് ചെയ്യിച്ചു. ദെൻ ക്യൂ ഓഫ് ലിങ്ക് നമ്മൾ നള്ളാക്കി. ദെൻ അതിനുശേഷം പിയെ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എലമെൻറ്റ് ഡിലീറ്റ് ചെയ്തു. സെക്കൻഡ് ലാസ്റ്റ് എലമെൻറ്റ് നമ്മുടെ ലാസ്റ്റ് എലമെൻ്റ് ആയിട്ട് വരികയും ചെയ്തു. നമ്മളിത് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്, മീൻസ് അൽഗോരിതമായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് 2 പോയിൻറ്റേഴ്സ്, എക്സ്ട്രാ 2 പോയിൻറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് 2 പോയിൻറ്റേഴ്സ് പി ആൻഡ് ക്യൂ. ദെൻ
ആദ്യം പിയെ നമ്മൾ ഹെഡ് പോയിൻ്റായിട്ട് അസൈൻ ചെയ്യുക. അതായത് ഹെഡിൻ്റെ വാല്യൂ പിയിലേക്ക് കോപ്പി ചെയ്യുക. അതായത് പി എന്ന് പറയുന്നത് ഹെഡിനകത്ത് അല്ലെങ്കിൽ ഹെഡ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന സെയിം നോഡിനെ തന്നെയായിരിക്കും പി എന്ന് പറയുന്ന പോയിൻറ്റും പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. ദെൻ നമ്മൾ ചെക്ക് ചെയ്യാണ് ഇഫ് പി ഈക്വൽ ടു നള്ളാണെന്ന് ചെക്ക് ചെയ്യാണ്. പി ഈക്വൽ ടു നൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡിനകത്ത് ഒരു വാല്യൂ ഇല്ല, നൾ വാല്യൂ ആണ്. അതായത് ലിങ്ക് ലിസ്റ്റ് എം ടി ആണ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാം ലിങ്ക് ലിസ്റ്റ് as empty. Then else കേസിൽ നമ്മുടെ രണ്ട് കണ്ടീഷൻ ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു കണ്ടീഷൻ, അതായത് ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് നമ്മുടെ ലിങ്ക് ലിസ്റ്റിൽ പ്രസൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആദ്യം പറഞ്ഞ പ്രൊസീജിയറാണ് ചെയ്യേണ്ടത്. ഇൻ കേസ് നമ്മുടെ ലിങ്ക് ലിസ്റ്റിൽ ഒരേ ഒരു എലമെൻറ്റ് മാത്രമേ പ്രസൻറ്റ് ആയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ഇങ്ങനെയാണ് നമ്മുടെ ലിങ്ക് ലിസ്റ്റ്. ഇങ്ങനെയാണ് നമ്മുടെ ലിങ്ക് ലിസ്റ്റ് എന്ന് വിചാരിക്കുക. അതൊറ്റ എലമെൻറ്റേ ഉള്ളൂ, അത് തന്നെയാണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എലമെൻറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് പി എ ഒന്നും ഫർദർ അഡ്വാൻസ് ചെയ്യിക്കാൻ, പി ഒ ക്യു ഫർദർ അഡ്വാൻസ് ചെയ്യിക്കാനൊന്നുമില്ല. ഈ ഒരു നോഡിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിങ്ക് ലിസ്റ്റ് എം ടി ആണ്. സോ നമ്മളിവിടെ ചെക്ക് ചെയ്യാണ് ഇഫ് പി ഓഫ് ലിങ്ക് ഈക്വൽ ടു നള്ളാണോ ചെക്ക് ചെയ്യണം. അതായത് പി എന്ന് പറയുന്നത് ഈ ഒരു നോഡാണ്. പി ഓഫ് ലിങ്ക് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു പാർട്ടാണ്. പി ഓഫ് ലിങ്ക് നള്ളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് ലിസ്റ്റിൽ ഒരേ ഒരു എലമെൻറ്റ് പ്രസൻറ്റ് ആയിട്ടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വെറുതെ ഡിലീറ്റ് ചെയ്യാം. ദെൻ ഹെഡ് എന്ന് പറയുന്നത് നള്ളാക്കി സെറ്റ് ചെയ്യാം. രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ. ഒരേ ഒരു എലമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെഡ് നള്ളാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിങ്ക് ഇവിടെ ബ്രേക്ക് ആവും. ദെൻ ഈ പി പോയിൻ്റ് ചെയ്യുന്ന നോഡിനെ ഡിലീറ്റ് ചെയ്യിക്കാം. ദെൻ എൽസ് പാർട്ട്, അതായത് ഈ ഒരു പെർട്ടിക്കുലർ ഈഫിൻ്റെ എൽസ് പാർട്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് നമ്മൾ ലിങ്ക് ലിസ്റ്റ് പ്രസൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പോയിൻറ്റേഴ്സ് വേണം. ഒരു പോയിൻ്റർ ലാസ്റ്റ് നോഡ് വരെയും ഒരു പോയിൻ്റർ സെക്കൻഡ് ലാസ്റ്റ് നോഡ് വരെയും ട്രാവേഴ്സ് ചെയ്യണം. അപ്പോൾ അതെടുത്ത കോഡ് നമ്മൾ അതാണ് എഴുതുന്നത്. എൽസ് പാർട്ടിൽ നമ്മളൊരു ലൂപ്പ് കൊടുക്കുകയാണ്. എൽസ് പാർട്ടിൽ വൈൽ നമുക്ക് എവിടെ വരെയാണ് ട്രാവേഴ്സ് ചെയ്യേണ്ടത്, പി ഓഫ് ലിങ്ക് നള്ളാവുന്നത് വരെയാണ് നമുക്ക് ട്രാവേഴ്സ് ചെയ്യേണ്ടത്. പി ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു നൾ. ദെൻ ആദ്യം ഞാൻ പിയുടെ വാല്യൂ ക്യൂവിനകത്തേക്ക് സെറ്റ് ചെയ്തു. അതിനുശേഷം പിയുടെ വാല്യൂ അടുത്ത ലിങ്കിലേക്ക് അഡ്വാൻസ് ചെയ്യിച്ചു. അതായത് പിയുടെ വാല്യൂ ക്യൂവിലേക്ക് സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻ്റ്ലി പി ഏത് നോട്ടിലിരിക്കുന്നു അവിടേക്ക് ക്യൂവിനെ കൊണ്ടെത്തിക്കുക. എന്നിട്ട് പിയെ ഫ്രണ്ടിലേക്ക് അഡ്വാൻസ് ചെയ്യിക്കുക. അതായത് ക്യൂ എന്ന് പറയുന്നത് പ്രീവിയസ് നോഡും പി എന്ന് പറയുന്നത് നെക്സ്റ്റ് നോഡുമായിട്ട് വരത്തക്ക രീതിയിലാണ് വരുന്നത്. അതായത് ക്യൂ ഈക്വൽ ടു പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഇപ്പം ഇരിക്കുന്ന നോഡിലേക്ക് ക്യൂവിനെ എടുത്ത് വയ്ക്കും. ദെൻ പിയെ നമ്മൾ അടുത്ത നോഡിനകത്തേക്ക് ചാടിക്കും. ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ ഈ ഒരു ലൂപ്പ് എൻഡ് ചെയ്യുമ്പം ക്യൂ എന്ന് പറയുന്നത് സെക്കൻഡ് ലാസ്റ്റ് നോഡിലും പി എന്ന് പറയുന്നത് ലാസ്റ്റ് നോഡിലായിരിക്കും വന്നിരിക്കുക. ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട നോഡിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യിക്കുക. പി ഓഫ് ഡേറ്റ, പി എന്ന് പറയുന്ന പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന എലമെൻറ്റിൻ്റെ ഡേറ്റയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടത്. സോ ആ പി ഓഫ് ഡേറ്റ ഡിസ്പ്ലേ ചെയ്യിക്കുക. ദെൻ ക്യൂ ഓഫ് ലിങ്ക്, അതായത് സെക്കൻഡ് ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് പാർട്ട് നള്ളാക്കുക. ദെൻ നമുക്ക് പിയെ ഡിലീറ്റ് ചെയ്യാം, അതായത് ലാസ്റ്റ് നോഡിനെ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ പി ഇവിടെ ലാസ്റ്റ് നോഡിനെയും ക്യൂ എന്ന് പറയുന്ന സെക്കൻഡ് ലാസ്റ്റ് നോഡിനെയാണ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. And if stop. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പി ഇതാണ് നമ്മുടെ ലിങ്ക് ലിസ്റ്റ്. നമുക്ക് 80 എന്ന് പറയുന്ന നോഡാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇവിടെയാണ് ഹെഡ് പോയിൻ്റ് ഇതാണ്. ദെൻ 100, 200, 300 ഇതാണ് നമ്മുടെ
ലിങ്ക്ഡ് ലിസ്റ്റ്. ഈ ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്ന് നമുക്ക് 80 എന്ന് പറയുന്ന എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കോഡ് വെച്ച് ചെയ്യാണ്. പിയെ നമ്മൾ ആദ്യം ഹെഡായിട്ട് അസൈൻ ചെയ്തു. അതായത് പിയും ഹെഡും സെയിം എലമെൻറ്റിനെ തന്നെയാണ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. പിയുടെ വാല്യൂ നള്ളാണെന്ന് നോക്കുക. പിയുടെ വാല്യൂ നള്ളല്ല. സോ നമ്മൾ എന്താ പറയുക, ലിങ്ക്ഡ് ലിസ്റ്റ് എംപ്റ്റി ആയാലും നമുക്ക് ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ട്. ഇനി പി ഓഫ് ലിങ്ക് നള്ളാണോ എന്ന് ചെക്ക് ചെയ്യുക. പി ഓഫ് ലിങ്ക് ഈക്വൽ ടു നള്ളാണോ എന്ന് ചെക്ക് ചെയ്യുക. പി ഓഫ് ലിങ്ക് എന്ന് പറയുമ്പം 100 എന്നുള്ള വാല്യൂ ആണ് വരുന്നത്. അത് നള്ളിന് ഈക്വലൻ്റ് അല്ല. സോ ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. അതായത് നമ്മുടെ ലിങ്ക് ലിസ്റ്റിൽ ഒരു എലമെൻറ്റ് മാത്രമല്ല ഉള്ളത്, ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ട്. സോ നമ്മൾ അതിൻ്റെ എൽസ് പാർട്ടിൽ പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ പി ഇരിക്കുന്നിടത്ത് ക്യൂവിനെ കൊണ്ടെത്തിക്കുക, പിനെ അഡ്വാൻസ് ചെയ്യിക്കുക. അപ്പോൾ നമ്മൾ നോക്കുകയാണ്, ചെക്ക് ചെയ്യാണ്, വൈൽ പി ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു നള്ളാണോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. പി ഓഫ് ലിങ്ക് എന്ന് പറയുന്നത് 100 ആണ്. 100 നള്ളിന് ഇക്വലൻ്റ് അല്ല. സോ എന്ത് ചെയ്യുക, പി അഡ്വാൻസ്, പിയുടെ വാല്യൂ ക്യൂവിനകത്തേക്ക് അസൈൻ ചെയ്യുക. ക്യൂ ഈസ് ഈക്വൽ ടു പി. പിയെ ക്യൂവിലേക്ക് അസൈൻ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂവും ഇവിടെ തന്നെയാണ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. ദെൻ പി ഈസ് ഈക്വൽ ടു പി ഓഫ് ലിങ്ക്. പിയെ നെക്സ്റ്റ് നോഡിനകത്തേക്ക് അഡ്വാൻസ് ചെയ്യുക, പി. ഒരു ഇറ്ററേഷൻ കഴിയുമ്പോൾ പി ഇവിടെയും ക്യൂ ഇവിടെയും വരും. ദെൻ എഗെയിൻ നമ്മൾ പി ഓഫ് ലിങ്ക് നള്ളാണോ എന്ന് ചെക്ക് ചെയ്യാണ്. പി ഓഫ് ലിങ്ക് എന്ന് പറയുന്നത് 200 ആണ്. പി ഓഫ് ലിങ്ക് എന്ന് പറയുന്നത് 200 ആണ്. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു നള്ളാണ്. കണ്ടീഷൻ ട്രൂ ആണ്. സോ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യും, ഈ ക്യൂവിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. ക്യൂ പി ഈസ് ഈക്വൽ ടു ക്യൂ. ക്യൂവിൻ്റെ പിയുടെ വാല്യൂ ക്യൂവിനകത്തേക്ക് അസൈൻ ചെയ്യുകയെന്ന് വെച്ചാൽ ക്യൂവിനെ ഇവിടെ കൊണ്ടുപോകുക. ദെൻ പിയെ നമ്മൾ അഡ്വാൻസ് ചെയ്യിക്കുക. പി ഇവിടെ വന്നു. എഗെയിൻ പി ഓഫ് ലിങ്ക് നള്ളാണോ എന്ന് ചെക്ക് ചെയ്യും. പി ഓഫ് ലിങ്ക് എന്ന് പറയുന്നത് 300 ആണ്. അല്ല. സോ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യും, പിയുടെ വാല്യൂ ക്യൂവിലേക്ക് അസൈൻ ചെയ്യും. അതായത് ക്യൂവിനെ ഇവിടെ കൊണ്ടുവന്നു, പിയെ നമ്മൾ അഡ്വാൻസ് ചെയ്യിച്ചു. ഇതാണ് നമ്മുടെ കറണ്ട് പിയുടെയും ക്യൂയുടെയും വാല്യൂ. ദെൻ എഗെയിൻ നമ്മൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. പി ഓഫ് ലിങ്ക് നള്ളാണോ ചെക്ക് ചെയ്യാണ്. പി ഓഫ് ലിങ്ക് ഇപ്പോൾ പി ഇവിടെയാണ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് നള്ളാണ്. സോ നമ്മൾ എന്ത് ചെയ്യില്ല, ഇനി നമ്മൾ ലൂപ്പിൽ കയറില്ല. അതായത് ക്യൂ ഇവിടെ പി ഇവിടെ വന്നു. ഈ ലിങ്ക് കയറിയാൽ മാത്രമാണ് ക്യൂവിനെ നമ്മൾ അപ്പുറത്തേക്ക് അഡ്വാൻസ് ചെയ്യിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ പി ഓഫ് ലിങ്കിൻ്റെ വാല്യൂ നള്ളായതുകൊണ്ട് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ലൂപ്പിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യും. ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ കറണ്ട് സിനാരിയോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇനി നമ്മൾ ചെയ്യേണ്ടത് പി ഓഫ് ഡേറ്റ ഡിസ്പ്ലേ ചെയ്യിക്കുക. പി ഓഫ് ഡേറ്റ ഡിസ്പ്ലേ ചെയ്യിച്ചു. അതായത് 80 ഡിസ്പ്ലേ ചെയ്യിച്ചു. ഇനി ക്യൂ ഓഫ് ലിങ്ക് നള്ളാക്കുക. അതായത് ഈ 300 മാറ്റി എന്താക്കി, ഇവിടെ നള്ളാക്കി. ക്യൂ ഓഫ് ലിങ്ക് നള്ളാക്കി. നള്ളാക്കിയതിന് ശേഷം ഈ ഒരു ലിങ്ക് പോകും. ദെൻ എന്താണ്, ഈ ഒരു നോഡ് വെറുതെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ പിയെ ഡിലീറ്റ് ചെയ്യും. ഡിലീറ്റ് ദാറ്റ് പി. അപ്പോൾ പി ഓഫ് ലിങ്ക് നള്ളാവുന്നത് വരെയാണ് നമ്മൾ 1 by 1 ആയിട്ട് ചാടിക്കേണ്ടത്. അപ്പം ഏറ്റവും ലാസ്റ്റ് ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പം ക്യൂ എന്ന് പറയുന്ന സെക്കൻഡ് ലാസ്റ്റ് എലമെൻറ്റിലും പി എന്ന് പറയുന്നത് ലാസ്റ്റ് എലമെൻറ്റിലും വരും. ദെൻ ക്യൂ ഓഫ് ലിങ്ക് നള്ളാക്കുക, പി ഓഫ് ഡേറ്റ ഡിസ്പ്ലേ ചെയ്യിക്കുക. ദെൻ ആഫ്റ്റർ ദാറ്റ് പിയെ നമ്മൾ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.